ഹായ് ശില്പ, പറയൂ. എന്റെ സിസ്റ്റമില് സോഫ്റ്റ്വെയർ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യണടാ. ഇൻസ്റ്റാൾ ചെയ്തില്ലേ? ഞാൻ ശ്രീറാമിനോട് പറഞ്ഞിരുന്നല്ലോ. ശരി, ഞാനൊന്ന് ചോദിക്കട്ടെ. നോക്ക്. ബൈ. ശില്പയ്ക്ക് ഒറാക്കിൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലേ? നീ എന്താ ചെയ്തേ? ഓ അതാണോ? ഒറാക്കിൾ ഏത് വേർഷനിലാണെന്ന് ചോദിച്ചു. 10.2.5 എന്ന് പറഞ്ഞു. 10.2.7 വന്നത് അപ്ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞിരുന്നു. അപ്ഡേറ്റിൽ ഇരിക്കണ്ടേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? തെറ്റൊന്നുമില്ലടാ. എന്നാ എന്റെ ലഞ്ച് ചേർത്ത് കഴിച്ചോ. അവന്റെ ഒരു ഒടുക്കത്തെ അപ്ഡേറ്റും. ചീനു, എന്താടി മുത്തേ? എന്റെ ലാപ്ടോപ്പില് വിൻഡോ വർക്ക് ചെയ്യുന്നില്ല, ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തരൂ പ്ലീസ്. ഗൂഗിളില് ഹൗ ടു ഇൻസ്റ്റാൾ വിൻഡോസ് അടിച്ചു നോക്ക്. പിന്നെ നിന്റെ ഡ്രൈവില് ഈ CD അങ്ങ് വെക്ക്. ബാക്കിയുള്ള ജോലിയൊക്കെ അത് ചെയ്തോളും. സിസ്റ്റം തന്നെ റെഡി ആയിക്കോളും. ആരാടോ തനിക്കൊക്കെ സിസ്റ്റം അഡ്മിൻ ആയിട്ട് ജോലി തന്നത്? എന്റെ ബോസാ AV റാം. ഹലോ സാറേ, ഇപ്പോഴും ഒരാൾ ചോദിച്ചു ആരാടാ നിന്നെ ജോലിക്ക് ചേർത്തത്. ഞാൻ നിങ്ങളുടെ പേരാ പറഞ്ഞേ. ഓക്കെ സാർ. ഇവൻ എന്താണാവോ പ്രശ്നം? ജസ്റ്റ് എ സെക്കൻഡ്. മേ ഐ കം ഇൻ? നെറ്റ് കണക്ട് ആവുന്നില്ല, ഒന്ന് നോക്കേ. ഇത് വലിയ കാര്യമാണോ? ഗൂഗിൾ സെർച്ച് ചെയ്യൂ സാറേ. നെറ്റാടാ. ഓ, നെറ്റ് കണക്ട് ആവുന്നില്ലേ? ഒരു 2 മിനിറ്റ് സാറേ. ഹലോ. എവിടെ വയറ് കാണുന്നില്ലല്ലോ? ഇതിന് വയറില്ല. ഗൂഗിൾ ഉണ്ടായിരുന്നെ സെർച്ച് ചെയ്ത് നോക്കായിരുന്നു. പക്ഷെ അവിടെ നെറ്റ് ഇല്ലല്ലോ. ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. പറയടാ. എടാ മച്ചു, അർജന്റാടാ. ലെഫ്റ്റിൽ റെസ്റ്റ് റൂം ഉണ്ട്, പോ. അതല്ലടാ, ബോസിന്റെ സിസ്റ്റത്തില് നെറ്റ് കണക്ട് ആവുന്നില്ല. എന്നോട് കണക്ട് ചെയ്യാൻ പറഞ്ഞു. ഒന്ന് വന്ന് കണക്ട് ചെയ്യടാ. കുടുങ്ങിയില്ലേ? പെട്ടോ മോനെ, ഞാൻ വരുന്നില്ല. അങ്ങനെ പറയലടാ മച്ചു, വേഗം വാടാ. 1 സെക്കൻഡ് സർ. എടാ നെറ്റ് കണക്ട് ആയോ? സാറേ വെറും ഒരു 2 മിനിറ്റ്സ്. 20 മിനിറ്റ്സ് ആയിട്ട് ഇത് തന്നെയാ പറഞ്ഞോണ്ടിരിക്കുന്നത്. നീ നോക്കുന്നുണ്ടോ ഇല്ലയോ? സർ ഓക്കെ ആയിക്കോളൂ സർ. 2 മിനിറ്റ്സ്. എനിക്കറിയാടാ നീ വരുമെന്ന്. എനിക്ക് അറിയാറുന്നടാ, ഞാൻ വന്നില്ലെങ്കിൽ നീ ചത്തു പോകുന്നു. വേഗം ചെയ്യേ. സർ കണക്ട് ആയി. പക്ഷെ അവന് കണക്ട് ആയില്ല. ഓ, എല്ലാരും പഠിച്ചിട്ടാണ് ജോലിക്ക് വരുന്നത്. ഇവനിവിടെ വന്നിട്ടാ ജോലി പഠിക്കുന്നത് തന്നെ. അവന് നല്ല ട്രെയിനിങ് കൊടുക്ക്. ശരി ഷുവർ സർ. എന്നോടാടാ ഉണ്ടാതിരിക്കുക. ശരി. ഭാഗ്യമുണ്ടാടാ, നീ വന്ന് രക്ഷിച്ചില്ലായിരുന്നെങ്കിലേ ഞാൻ നാട്ടിൽ പോയി സിം കാർഡ് വിൽക്കേണ്ടി വന്നേനെ. എടാ, ഗൂഗിൾ കണ്ടെങ്കിൽ പഠിക്കാലോ. നീ ഉള്ളപ്പോ ഗൂഗിൾ എന്തിനാടാ? ശരിടാ, അച്ഛന്റെ ചാർജിങ്. എന്റെ അവർക്ക് ചാർജിങ് ഇല്ലേ? ഓ മൊബൈലിനോ? ഓ ശരി, നീ പോയി കൊണ്ടുപോവാ. ഇടയ്ക്കിടയ്ക്ക് ഓർമ്മയിലുണ്ടാവട്ടാ, എന്റെ റെക്കമെൻഡേഷൻ കാരണം നീ ജോലിയിലെടുത്ത്. അത് മറക്കാതിരിക്കേ. എന്റെ മച്ചുവിന് എന്നെ ഭയങ്കര ഇഷ്ടാ. നെറ്റ് പോലും കണക്ട് ചെയ്യാൻ അറിയില്ല. ഇവന്റെ അടുത്താ ഞാൻ ജോലി ചെയ്യുന്നേ. നൈസ് ഷൂ സാർ. ഇത് നിങ്ങളുടെ ക്യാബിനാണല്ലേ? സാംസങ് ഫോണിന്റെ ചാർജ് ഉണ്ടോ നിങ്ങൾ? സാർ, പുതിയ ഫീച്ചേഴ്സ് ഉള്ള സാംസങ് എഡ്ജ് വന്നിട്ടുണ്ട്. നോക്ക് സാർ. ഫോൺ ഒരുപാട് എഡ്ജിലാണ്, കുറച്ച് അകത്തേക്ക് വെച്ച്. താങ്ക് യു സാർ. എക്സ്ക്യൂസ് മീ, ഈ ഫോൺ വർക്ക് ചെയ്യുന്നില്ല. എപ്പോ തൊട്ടാ? ഇന്നലെ മുതൽ. എന്താ? അപ്പൊ അത് ഇന്നലെ വരെ വർക്കായോ? നിങ്ങൾ റിപ്പയർ ചെയ്ത് തരണമെങ്കിൽ 10 വർഷത്തേക്ക് യൂസ് ചെയ്യാം. എന്തിനാ മാഡം ഇത് റിപ്പയർ ചെയ്യുന്നതിന് പകരം ചീപ്പ് ആൻഡ് ബെസ്റ്റ് സ്മാർട്ട് ഫോൺ വാങ്ങാലോ? ചീപ്പ് എപ്പോഴും ബെസ്റ്റ് ആവാറില്ല. ഇത് ശരിയാക്കി തന്നാൽ മാത്രം മതി. താങ്ക് യു. ഓക്കെ മാഡം. ടച്ച് ഫോൺസ് യൂസ് ചെയ്യുന്ന കാലത്ത് ഇങ്ങനത്തെ ഫോണൊക്കെ എന്തിനാടി? ഇതിനെന്താ, ഞാൻ കംഫർട്ടബിൾ ആണ്. എങ്ങനെ? ഫേസ്ബുക്ക്, ട്വിറ്റർ, വാട്സ്ആപ്പ് ഒന്നും ഇല്ലാതെ സുഖമായിരിക്കോ? ഒരു കാര്യം പറയട്ടെ, ഫേസ്ബുക്ക് വന്നതോടെ ആളുകൾ ഫേസ് ടു ഫേസ് നോക്കുന്നില്ല. വാട്സപ്പിൽ ചാറ്റ് ചെയ്ത് എങ്ങോട്ടാ വാക്ക് ചെയ്യുന്നെന്ന് പോലും അറിയില്ല. അങ്ങനെ ഒരു പെൺകുട്ടി ട്രെയിനിൽ വാട്സപ്പ് ചെയ്തോണ്ട് വാഷ്റൂമിലേക്ക് പോയി പാന്റ് ഇടാതെ തന്നെ പുറത്തേക്ക് വന്നു. പിന്നെ ട്വിറ്ററിലെ ട്വീറ്റ്സ്, ഇൻസ്റ്റഗ്രാമിൽ സെൽഫീസ്. ഇങ്ങനെ അഡിക്റ്റ് ആവാൻ എനിക്ക് താല്പര്യമില്ല. നിനക്ക് ഏത് നേരത്താണോ കാഞ്ചനമാലെന്ന് പേരിട്ടത്, നീ ഇപ്പോഴും പഴയ കാലത്ത് തന്നെയാ. മാഡം, നിങ്ങളുടെ പുതിയ പഴയ ഫോൺ. ഓ, എത്ര രൂപ? 800. താങ്ക്സ്. താങ്ക്സ്.